വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. 85 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിൽ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കുകളാണിതെല്ലാം. പണ്ട് മുതൽക്ക് PSC എഴുതി അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തവർക്ക് ഇപ്പോഴത്തെ PSCയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങ് പഠിക്കാനായിട്ടും അതൊന്നും ഉൾക്കൊള്ളാനായിട്ടും സാധിക്കുന്നില്ല. ശരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രയാസമുള്ളൊരു കാര്യമാണോ? ശരിയായ രീതിയിൽ നമ്മൾ ആഴത്തിലുള്ള വായനയും എലിമിനേഷൻ മെത്തേഡിലൂടെയും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ചിന്തിക്കുക, PSC ഒരിക്കലും ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല ഇനി വരുന്ന എക്സാമുകളിൽ, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ളൊരു എക്സാമിന് ഒരു ഈസി ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കില്ല തരുന്നത്. അപ്പോൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു വായന ആവശ്യമാണ്. PSCയുടെ ഈ ഒരു മാറ്റത്തെ നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത് നമ്മുടെ വായനാശീലം കൂട്ടുക എന്നുള്ളതാണ്. അതായത് SCERT NCERT പാഠഭാഗങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തറവായിട്ട് നമ്മൾ വായിക്കുക. ഇനിയുള്ളൊരു 3 മാസത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഇതുപോലുള്ളൊരു വായനയ്ക്കാണ്. പുതിയ പുതിയ പരിഷ്കാരങ്ങൾ PSC വരുത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതി മാറി ഇനി ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ജോലി ഇനി വരും കാലങ്ങളിൽ. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു നിമിഷം നമുക്ക് എങ്ങനെ നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നുവോ നമ്മുടെ മാക്സിമം അവസരങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് പഠിച്ച് നമ്മളൊരു ജോലി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, നല്ലൊരു റാങ്ക് നമ്മൾ നേടിയെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് ജോലിയായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്, അത് കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ നമ്മളത് ആ ഒരു എങ്ങനെയാണ് ആ PSC അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ തന്നെ നമുക്ക് കയറാൻ പറ്റാനായിട്ട് സാധിക്കും. നമ്മൾ മുൻവർഷ ചോദ്യപേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു മാറിയ ഒരു PSC പാറ്റേണിൽ വെച്ച് നോക്കുമ്പോൾ 2021 മുതൽ PSC ചോദിച്ചേക്കുന്ന ഒരു കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. അതായത് സിലബസ് നോക്കിയിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കേരള ഹിസ്റ്ററി എടുക്കുമ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനവും നവോത്ഥാന പ്രസ്ഥാനങ്ങളും, തിരുവിതാംകൂറിൻ്റെ ചരിത്രം, കേരളത്തിലെ കലാപങ്ങളും ഈ പ്രക്ഷോഭങ്ങളും, ഈ ഒരു ഇത്ര ഏരിയകൾ കംപ്ലീറ്റ് ആയിട്ട് അവർ പല രീതിക്ക് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലായിക്കോട്ടെ, അതുപോലെ മാച്ച് ദ ഫോളോയിങ്ങിലായിക്കോട്ടെ, അല്ലെങ്കിൽ തെറ്റായ ജോഡി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത് നല്ല ആഴത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് എന്തായാലും നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠഭാഗവും +1 +2ൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കും വായിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ ശ്രീധരമേനോൻ സാറിൻ്റെ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിക്കുന്നത് നമ്മുടെ റാങ്ക് മുന്നിലോട്ടാക്കാനായിട്ട് വളരെയധികം ഹെൽപ്പാകും. ഇപ്പോൾ അങ്ങനെ ഒരു ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ വായിക്കാനായിട്ട് ഇല്ലെങ്കിലും നമ്മൾ യൂട്യൂബുകളിൽ അവർ ഈ NCERT അല്ലെങ്കിൽ SCERT പാഠഭാഗങ്ങൾ റീഡ് ചെയ്യുന്ന ചാനലുകളുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ മാരത്തോൺ സെക്ഷൻസ് നടത്തുന്ന യൂട്യൂബുകളുണ്ട്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മൾ ഇതുപോലെയുള്ളൊരു മാരത്തോൺ സെക്ഷൻ, അതായത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുകയാണേ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്നാണ്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്നാണ്? കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇയേഴ്സും കൂടി നിങ്ങൾക്ക് പഠിക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664, സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1731. അതുപോലെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ രീതിയിലൊന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി, അതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അതെല്ലാവർക്കും തന്നെ അതിൻ്റെ ആൻസർ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അൽബുക്കർക്കാണ് ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുമ്പോൾ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628
പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഗോവ, ദാമൻ ആൻഡ് ദീവ് എന്ന് പറയുന്നത് മുൻവർഷ ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് ഈ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷമാണ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തിയാണ് ഈ പോർച്ചുഗീസുകാർ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ മോചിപ്പിച്ച വർഷം എന്നാണ് എന്നുള്ളതാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ മോചിപ്പിച്ച വർഷം 1961 ഡിസംബർ 19 ഡിസംബർ 19. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയും അവരുടെ ഇന്ത്യയിലെ പിൻകാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയുമാണ്. പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തേതും 128ാമത്തേതുമായ ഗവർണർ ജനറലാണ് ആൻ്റോണിയോ വാസ്ലോ ഇ സിൽവ എന്ന് പറയുന്നത്. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VK കൃഷ്ണമേനോൻ. അടുത്തൊരു ചോദ്യമാണ്, കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസ് നിർമ്മിച്ച കോട്ട ഏതാണെന്നുള്ളത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചാലിയം കോട്ടയാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് ചാലിയം കോട്ടയാണ് നിർമ്മിച്ചത്. സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്നത്. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഈ സാമൂതിരി തന്നെയായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ പുതുപ്പണം കോട്ടയാണ്. കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലിയും കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലിയും എന്നാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് ആര്? കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അൽമേഡയാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് അൽമേഡയാണ്. ഇത് റിലേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട എന്നാണ്. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് ഈ മാനുവൽ കോട്ട എന്ന് പറയുന്നത്. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, ആഴിക്കോട്ട എന്നിവ. അടുത്ത ചോദ്യം, പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഈസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരു എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ടെക്നിക്കുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ആ ഒരു ടെക്നിക്കുകളും ഉണ്ട്. പിന്നെ കുറച്ച് സമയം നമ്മൾ അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ചോദ്യം നമ്മളെ മനസ്സിലാക്കിയെടുത്ത് മറ്റ് ചോദ്യങ്ങൾ നമ്മൾ എഴുതുന്നതിനേക്കാളും കൂടുതൽ ടൈം എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ റീഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് എഴുതി നോക്കാൻ തന്നെ നിങ്ങൾ മെനക്കെടുക. കാരണം ആ ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എക്സാം ടൈമിൽ ഈസി ആയിരിക്കും.